കുവൈറ്റിൽ നല്ല അടിപൊളി ചൂടാട്ടോ, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ്. കുറേ നാളുകൂടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഓഫ് കിട്ടുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു മലബാർ സ്റ്റൈല് ചിക്കൻ ദം ബിരിയാണി വെക്കാമെന്ന് ഓർത്തു. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഞങ്ങൾക്ക് വാങ്ങണമായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോന്നായിട്ട് പർച്ചേസിങ് തുടങ്ങി. ഞങ്ങളൊരു ഫ്രൂട്ട് സലാഡും കൂടെ വെക്കാമെന്ന് ഓർത്തു. അപ്പം അതിനാവശ്യമായിട്ടുള്ള മാങ്ങയും കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടെ നോക്കണമായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോന്ന് മേടിച്ചു തുടങ്ങി. പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അരിയും ചിക്കനും നെയ്യും ഒക്കെ നോക്കാൻ വേണ്ടി പോയി കേട്ടോ. ഐസ്ക്രീമും കൂടെ വേണമായിരുന്നു. ഞങ്ങളൊരു ഫ്രൂട്ട് സലാഡും കൂടെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനും കൂടെ ഉള്ളത് വേണമായിരുന്നു. പിന്നെ ഇവർ ബില്ലിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ട് വന്നു. വെയിലായതുകൊണ്ട് ആടിപ്പാടി നിന്നില്ല, ഞങ്ങൾ നല്ല സ്പീഡിൽ തന്നെ നടന്നു. സമയം ഇപ്പം തന്നെ ഉച്ചയായിരുന്നു. പിന്നെ ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പരിപാടി തീർക്കാമെന്ന് ഓർത്തു കേട്ടോ. ഞങ്ങൾ വന്നപ്പം തന്നെ ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലാസ്റ്റായിരുന്നു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. അപ്പോൾ അതിനത്ര കൂളിംഗ് ഇല്ലായിരുന്നു, ചെറിയ തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫ്രൂട്ട് സലാഡ് ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്തോടെ കയറ്റി വെക്കാമെന്ന് ഓർത്തു. അപ്പം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തു. ഗ്രേപ്സും വത്തക്കയും മാങ്ങാപ്പഴവും ആപ്പിള് അങ്ങനത്തെ എല്ലാം കുറച്ച് ഉടായ്പ സാധനങ്ങൾ കട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ കേടിക്കവിൻ്റെ ഒരു ഐസ്ക്രീം ഫാമിലി പാക്കാണ് വാങ്ങിച്ച്, അതും ആഡ് ചെയ്തു. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു. അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ കസ്റ്റർഡ് പൗഡർ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് അടുപ്പത്തൊന്ന് വെച്ച് സെറ്റാക്കി അതിൻ്റെ ചൂടാറാനും ഞങ്ങൾ വെച്ചു. ചിക്കൻ ആദ്യം ഞങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് ഓർത്തു കേട്ടോ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, തൈര് അതെല്ലാം കൂടെ കൂട്ടി വെള്ളം കുഴിച്ചിട്ടൊന്ന് മിക്സാക്കി അവിടെ വെച്ച്. പിന്നെ ഞങ്ങൾ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണമായിരുന്നു. ഉള്ളി ഫ്രൈ ചെയ്തെടുത്തു. എല്ലാവരും ഓരോരോ പണിയിലോട്ടാട്ടോ. റീബു അവിടുന്ന് മസാല ആക്കുമ്പോൾ അൽഫോൻസ് അവിടുന്ന് ഉള്ളി ഫ്രൈ ചെയ്യും. കസ്റ്റാർഡാക്കി വെച്ചതിൻ്റെ ചൂട് പോയപ്പോൾ ഞങ്ങളത് അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇത് നമ്മുടെ ചിയാ സീഡായിരുന്നു. ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ ആ ഉള്ളിനകത്തോട്ട് തന്നെ നമ്മുടെ കാഷ്യൂവും നമ്മുടെ മുന്തിരിയും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തു. പിന്നെ ആ ചിക്കൻ അധികം നേരം ഒന്നും വെച്ചില്ല, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ റൈസിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തു കേട്ടോ. പിന്നെ നെയ്യ് കുറച്ച് ഒഴിച്ചു. പിന്നെ നമ്മുടെ അതിനകത്ത് വേണ്ട മസാലക്കൂട്ടുകൾ, പട്ട, ഗ്രാമ്പൂ, ഇലകൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അറിയാമല്ലോ എല്ലാവർക്കും, ആ ഐറ്റംസ് ആഡ് ചെയ്തു. പിന്നെ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തു. വെള്ളം ഒഴിച്ചു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ. പിന്നെ ഉപ്പും കൂടെ ഒഴിച്ചിട്ട് അതും അടച്ചു വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ കുറച്ച് പപ്പടം പൊരിക്കാമെന്ന് ഓർത്തു കേട്ടോ. കുറച്ച് പപ്പടം പൊള്ളിച്ചെടുത്തു. ഇനി അടുത്തത് ഞങ്ങൾ ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് കേട്ടോ. കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും. നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞങ്ങൾ അടച്ചു വെച്ചു കുറച്ച് നേരം കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 കുക്കറിലായിട്ടാണ് റൈസ് വേവിച്ചത്. അതുകൊണ്ട് ഞങ്ങളൊരു ചരുവത്തിനകത്തോട്ട് ഒന്നിച്ചിട്ട് ദം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ദമ്മാണല്ലോ ഇതിൽ ഏറ്റവും മെയിൻ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ദം വെക്കുന്ന പാത്രത്തിനോട് നല്ലതുപോലെ നെയ്യ് തേച്ച് പിടിപ്പിച്ചു. പിന്നെ റൈസ് ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ കാഷ്യൂ, നമ്മുടെ മുന്തിരി, കുറച്ച് പാല് കലക്കിയ മഞ്ഞൾ വെള്ളം, ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയില, നമ്മുടെ ഫ്രൈഡ് ആയിട്ടുള്ള ഒനിയൻ അതെല്ലാം ആഡ് ചെയ്ത് ചിക്കനും ആഡ് ചെയ്തു. അടുത്ത ലെയറിൽ പിന്നെയും റൈസ് ആഡ് ചെയ്തിട്ടോ. അങ്ങനെ 2-3 ലെയർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ദം ചെയ്തു. 5 മിനിറ്റത്തേക്ക് ഞങ്ങൾ നന്നായിട്ട് ദം ചെയ്തു. റൈസും ചിക്കനും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രത്തിന് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ദം പൊട്ടിച്ചു കേട്ടോ. 5 മിനിറ്റ് ഒന്നുമല്ല, ഞങ്ങൾ അതിൽ കുറച്ചും കൂടെ കൂടുതൽ വെച്ചായിരുന്നു. അടിക്ക് പിടിക്കുന്ന ഓർത്ത്, പക്ഷെ അതൊന്നും പിടിച്ചില്ല. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എന്തായാലും എല്ലാവരും കുറേ കഷ്ടപ്പെട്ടതിന് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രേവി ആയിരുന്നു, പാകം ഉപ്പായിരുന്നു, എന്തും കൊണ്ടും നല്ലൊരു ബിരിയാണി ആയിരുന്നു. ഉച്ചക്കത്തെ ഫുഡായിട്ട് വെക്കാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ ഇത്രയും പേരാട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല ക്ഷീണവും വിശപ്പുകളും ഉണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഹാളിലിരുന്ന് ഒരു തേന്മാവിൻ കൊമ്പത്തെ സിനിമ എല്ലാം കണ്ടിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിച്ചു. എല്ലാവർക്കും വിശപ്പുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റും തോന്നിച്ചു. പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ എല്ലാവരും കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. എല്ലാവരും അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.